ബിഗ് ബോസ് മലയാളം സീസൺ 6-ന്റെ ആദ്യ ആഴ്ച അവസാനിച്ചിരിക്കുന്നു. സാധാരണ നടക്കാറില്ലാത്തതുപോലെ ഈ വർഷം ആദ്യ നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് ആദ്യ ആഴ്ച തന്നെ ഒരു മത്സരാർത്ഥി പുറത്തായിരിക്കുന്നു. മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ നൽകിയ രതീഷ് കുമാർ എന്ന തൃശ്ശൂർക്കാരൻ മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ നിന്ന് ആദ്യമായി പുറത്തായിരിക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊവോക്ക് ചെയ്ത് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ഉണ്ടാക്കി വീടിന് ലൈവാക്കി നിർത്തിയിരുന്ന മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു രതീഷ്. ബിഗ് ബോസിന്റെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റവും കുറഞ്ഞത് പകുതി എപ്പിസോഡുകളിലെങ്കിലും ബിഗ് ബോസ് വീട്ടിലുണ്ടാകും എന്ന് കരുതിയതാണ് രതീഷിനെ കുറിച്ച്. എന്നാൽ കൂടുതൽ പേരും രതീഷ് ഫൈനൽ 5-ലെങ്കിലും എത്തും എന്ന് പ്രതീക്ഷിച്ചവർ തന്നെയാണ്. എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം വൃഥാവിലാക്കിക്കൊണ്ട് ഇപ്പോൾ ആദ്യ എലിമിനേഷനിൽ തന്നെ വോട്ട് കുറഞ്ഞു എന്ന കാരണം കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് രതീഷ് കുമാർ പടിയിറങ്ങിയിരിക്കുന്നു. രതീഷ് കുമാർ വീട്ടിൽ നിന്ന് എവിക്റ്റ് ആകുന്നതും ലാലേട്ടൻ്റെ അടുത്തെത്തി യാത്ര പറഞ്ഞു പുറത്തു പോകുന്നതും എപ്പിസോഡിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്നു. അതുകൂടാതെ തൻ്റെ എക്സിറ്റ് ഇൻ്റർവ്യൂ ഏഷ്യാനെറ്റിൻ്റെ ചാനലിലൂടെ നിലവിൽ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഇനി മറ്റൊരു ഘട്ടത്തിൽ ഈ സീസണിൽ ഒരു സർപ്രൈസ് എൻട്രിയായി തിരികെ എത്താം എന്നല്ലാതെ ഈ നിലയിൽ ബിഗ് ബോസ് വീട്ടിൽ രതീഷിന് തുടരാൻ യാതൊരു സാഹചര്യവുമില്ല എന്നർത്ഥം. പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്യുകയും ആഘോഷിക്കുകയും ചെയ്ത രതീഷ് എങ്ങനെ ഏറ്റവും കുറവ് വോട്ട് നേടി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായി എന്ന ചോദ്യം ഉയരുന്നു. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് സാധ്യതയുള്ളത്. ഒന്ന്, രതീഷിനെ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ ആരവങ്ങളുണ്ടാക്കി. എന്നാൽ മത്സരത്തിൻ്റെ നിബന്ധനകൾ അനുസരിച്ച് ഹോട്ട്സ്റ്റാറിൻ്റെ ആപ്പിൽ കയറി രതീഷിന് വേണ്ടി പ്രേക്ഷകർ വോട്ട് ചെയ്തിട്ടുണ്ടാകില്ല. ഇനി രതീഷിന് പ്രേക്ഷകർ വോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ മറ്റു മത്സരാർത്ഥികളുടെ PR ടീമുകൾ അതിലേറെ വോട്ടുകൾ സംഘടിപ്പിക്കുകയും അവരെ പ്രതിനിധാനം ചെയ്യുന്ന മത്സരാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്തുകയും ചെയ്തു എന്ന് കരുതേണ്ടി വരും. ഏതായാലും ഹോട്ട്സ്റ്റാറിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ തിരിമറി നടത്തി ബിഗ് ബോസ് ഒരിക്കലും ഒരു മത്സരാർത്ഥിയെയും എവിക്റ്റ് ചെയ്യില്ല. ബിഗ് ബോസ് ഷോയുടെ എലിമിനേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഒരു ഓഡിറ്റ് പോയിന്റ് തന്നെയാണത്. അതുകൊണ്ട് അതിൽ ചാനലോ മേക്കേഴ്സായ എൻ്റെ മോൾ ഷൈൻ ഗ്രൂപ്പോ വെള്ളം ചേർക്കും എന്ന് കരുതേണ്ടതില്ല. ഇതിൽ സംഭവിച്ചിരിക്കാൻ കൂടുതൽ സാധ്യത ആദ്യം പറഞ്ഞ കാര്യമാണ്. അതായത് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ രതീഷിനെ സജീവമായി ആഘോഷിച്ചു. അതേസമയം അദ്ദേഹത്തിന് വോട്ട് കൊടുക്കാതെ, ഹോട്ട്സ്റ്റാറിൽ വോട്ട് കൊടുക്കാതെ മറ്റു മാർഗങ്ങളിലൂടെ അദ്ദേഹത്തിനുള്ള സപ്പോർട്ട് അറിയിച്ചു കൊണ്ടിരുന്നു. അതും സംഭവിക്കാൻ രണ്ട് കാരണങ്ങളുണ്ട്. സാധാരണയായി ആദ്യ ആഴ്ച ബിഗ് ബോസ് വീട്ടിൽ എലിമിനേഷനുകൾ ഉണ്ടാകാറില്ല. സാധാരണ ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിലെത്തിയാൽ 15 ദിവസം അവിടെ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ പ്രേക്ഷകർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടെങ്കിലും ഒരു എലിമിനേഷൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ കുറേ പേരെങ്കിലും വോട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, എല്ലാവരും ആഘോഷിക്കപ്പെടുന്ന ഈ മത്സരാർത്ഥിക്ക് വോട്ട് മറ്റിടങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ടാകും, ഞാനൊഴിച്ച് മറ്റുള്ളവരൊക്കെ ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് പലരും വോട്ട് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള അബദ്ധം മുൻ സീസണുകളിലും ചില മത്സരാർത്ഥികളുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളതാണ്. രതീഷിന്റെ പടിയിറക്കം പ്രേക്ഷകരോട് പറയുന്നത് പ്രേക്ഷകരുടെ ഒരു വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് കൂടിയാണ്. സോഷ്യൽ മീഡിയയിലും ചുറ്റുവട്ടങ്ങളിലും ഓരോ മത്സരാർത്ഥികളെയും ആഘോഷിക്കുമ്പോഴും അവരുടെ നിലനിൽപ്പിന് വേണ്ടി സമൃദ്ധരായ മത്സരാർത്ഥികൾ ബിഗ് ബോസ് വീടിനുള്ളിൽ നിലനിൽക്കാൻ വേണ്ടി അവർക്ക് വേണ്ട ഹോട്ട്സ്റ്റാർ ആപ്പിലെ വോട്ടുകൾ കൃത്യമായി അവർക്ക് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഹോട്ട്സ്റ്റാറിലൂടെ മത്സരാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. രതീഷ് കുമാർ ബിഗ് ബോസിന്റെ പടിയിറങ്ങുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻ്റായി രേഖപ്പെടുത്തും.